നമസ്തേ. 18-ാം പടി കയറി വരുന്ന അയ്യപ്പ ഭക്തരോട് ക്യൂ പാലിക്കാനും തിരക്കുണ്ടാക്കാതെ കയറി വരാനും നിർദ്ദേശം നൽകുന്നതിനായി പോലീസിന് മൈക്രോഫോൺ അനൗൺസ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തി. ശരണവിളിക്കിടയിൽ നിർദ്ദേശങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാലും ഭക്തർക്ക് കേൾക്കാൻ കഴിയില്ല. ചെറിയ കുട്ടികളുമായി നിരവധി അയ്യപ്പന്മാരാണ് പടി കയറിയെത്തുന്നത്. കുട്ടികളെ സുരക്ഷിതമായി പടി കയറ്റി വിടുന്നതിന് ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ പ്രത്യേക ജാഗ്രത പുലർത്തുന്നത് കാണാം. ഭക്തർക്ക് കേൾക്കാൻ കഴിയുന്ന വിധത്തിൽ നിർദ്ദേശങ്ങൾ നൽകുന്നതിനാണ് മെഗാഫോണും മൈക്രോഫോണും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത്. പടി കയറി വരുന്ന ഭക്തജനങ്ങൾക്ക് മൈക്രോഫോണിലൂടെ നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി പ്രത്യേകം പോലീസുകാരെ കൊടിമരത്തിന് സമീപം വിന്യസിച്ചിട്ടുണ്ട്. ശരണം വിളിയോടെ പടി കയറി വരാനും പറയുന്നത് മെഗാഫോണിലൂടെ കേൾക്കാം. 18-ാം പടിക്ക് പുറമെ വിവിധ പോയിന്റുകളിൽ പോലീസിന്റെ മൈക്രോഫോൺ അനൗൺസ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഡ്യൂട്ടി ചെയ്യുന്നത് 3-ാം ഘട്ടത്തിലെ പോലീസുകാരാണ്. 3-ാം ഘട്ടത്തിൽ ഏകദേശം 1600ഓളം പോലീസുകാരാണ് ഈ ഘട്ടത്തിൽ ഡ്യൂട്ടി ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നാളെ മുതലാണ് പുതിയ പോലീസ് സേനാംഗങ്ങൾ ചാർജ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി രാവിലെ തന്നെ പുതിയതായി ചാർജ് എടുക്കുന്ന പോലീസ് സേനാംഗങ്ങൾക്ക് നാളെ രാവിലെ 9 മണിക്ക് ബ്രീഫിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പുതിയ അംഗങ്ങൾ ചാർജ് എടുക്കുന്നതായിരിക്കും. കഴിഞ്ഞ വീക്കെൻഡിൽ ശനിയും ഞായറും വലിയ തിരക്കിലായിരുന്നു. പക്ഷേ അതിനുശേഷം തിങ്കളാഴ്ച മുതൽ നല്ല തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഈ ഘട്ടത്തിൽ പല സ്ഥലത്തും ഭക്തർക്ക് വേണ്ടി പോലീസ് മൈക്ക് അനൗൺസ്മെൻറ്റ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ അതുപോലെ നടപ്പന്തൽ, യൂട്ടേൺ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഭക്തർക്ക് സഹായകരമായ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് മൈക്രോഫോൺ അറേഞ്ച്മെൻറ്റ് പോലീസ് ചെയ്തിട്ടുണ്ട്.